ദിവസം ജനം ടിവിയിൽ ഓർത്തഡോക്സ് വൈദികന്റെ മകൾ ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറി തടങ്കലിലാണെന്ന രീതിയിൽ കോട്ടിട്ട ജഡ്ജിമാരെ ഇരുത്തി അന്തിച്ചർച്ച നടത്തി. നിലമ്പൂർ ചുങ്കത്തറയിലെ ഓർത്തഡോക്സ് വൈദികന്റെ മകളാണെന്ന് കൂടി പറഞ്ഞു. ഇത് മനഃപൂർവ്വം ഓർത്തഡോക്സ് സഭയെയും ക്രൈസ്തവ സമൂഹത്തെയും കരിവാരിത്തേക്കുവാൻ നടത്തിയ ശ്രമമാണ്. അങ്ങനെയൊരു സംഭവം ചുങ്കത്തറയിൽ നടന്നിട്ടില്ല. മാത്രമല്ല, പണ്ടെങ്കോ നടന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിലാണ് ജനം ടിവി ഇത് ചർച്ചയാക്കിയത്. ഇത് ചുങ്കത്തറയിലെ വൈദികരെയെല്ലാം മുൾമുനയിൽ നിർത്തുന്ന ആരോപണമാണ്. ഈ ചർച്ച പുറത്തു വന്ന ശേഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബോബി പീറ്റർ ജനം ടിവിയിലെ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. അവർ പോലും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി. അപ്പോൾ മനസ്സിലായില്ലേ, ഇങ്ങനെയൊരു ആരോപണം വെച്ച് ചർച്ച ചെയ്തത് മനഃപൂർവ്വം കരിവാരിത്തേക്കാനാണെന്ന്. ഫാദർ ബോബി പീറ്ററുമായി നടത്തിയ സംഭാഷണം ഒന്ന് കേൾക്കാം. ഹലോ, അനിൽ നമ്പ്യാർ സാർ അല്ലേ? അതെ. ഞാൻ ഒരു ഫാദറാണ് വിളിക്കുന്നത്. ഓർത്തഡോക്സ് ചർച്ചിന്റെ മലബാർ ഡയസേഷൻ സെക്രട്ടറിയാണ്. ബോബി പീറ്റർ അച്ഛൻ എന്നാണ് എൻ്റെ പേര്. പറയൂ. ഞങ്ങളുടെ ഈ മലബാർ ഡയസസിലെ ഒരു അച്ഛനെ കുറിച്ച്, അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് അച്ഛന്റെ മോള് പിന്നെ ലവ് ജിഹാദിന് വിട്ടു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ്, ഒരു സംവാദത്തില് നിങ്ങൾ ജനം ടി വിക്കാരത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അതെവിടുന്നാണ് നിങ്ങൾക്ക് ആധികാരികമായിട്ട് കിട്ടിയത്? ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? ഡിബേറ്റിലാണോ? അതെ, ഡിബേറ്റില്ല. എപ്പോഴത്തെ ഡിബേറ്റിലാ? ഇന്നലത്തെയാണ്. ഇന്നലെ ഞാനാ ഡിബേറ്റ് ചെയ്തത്. പറഞ്ഞതാരാ? വിദ്യാസാഗർ ഗുരുമൂർത്തിയാണോ? എനിക്ക് അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ വളരെ വലിയ ചർച്ച ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു വൈദികനെയല്ലേ അവമാനിക്കുന്നത്. ഉള്ള കാര്യമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സംഗതിയെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അത് വളരെ വസ്തുതാപൂർണമാണെന്നുള്ള രീതിയിൽ അത് ആക്ഷേപിക്കുന്ന രീതിയിൽ, അത് ഓർത്തഡോക്സ് ചർച്ചിന്റെ ചുങ്കത്തറ സ്വദേശിയായ ഒരു വൈദികന്റെ മോൾ എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അത്രയും പേര് പറഞ്ഞില്ലെങ്കിലും സഭയുടെ ഒരു പേരും പറയുന്നുണ്ട്, ഒരു വൈദികന്റെ പേരും പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാതെ നിങ്ങൾ അങ്ങനെ അങ്ങ് ചുമ്മാ അങ്ങ് ഒരു ടി വിയിൽ അങ്ങനെ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഈ ഡിബേറ്റിൽ ഒരാൾ പറയുന്നത്, ഈ ഒരാളല്ല പറയുന്നത് നിങ്ങളുടെ പിന്നെ അതിന്റെ ന്യൂസ് എന്താ പറയുന്നത്, അതിന് പിന്നെ സംവാദം നടത്തുന്ന ആളുണ്ടല്ലോ, ആങ്കർ. സംവാദം നടത്തുന്ന ആള് ഞാനാണ്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാനിപ്പോ വീഡിയോ അയച്ചു തരാം. ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ വീഡിയോ അയച്ചു തരാം സാറിന്. ഇപ്പൊ അയച്ചു തരാം. എനിക്ക് അയച്ചു തരും. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അയച്ചു തരാം. ഇന്നലെ സാറാണോ എനിക്കറിയില്ല. എനിക്ക് സാറിന് എനിക്ക് ഒരു പരിചയമില്ല. പക്ഷേ എനിക്കിപ്പം ഇവിടെ ജന ടി വിയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് സാറാണ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സാറിനെ വിളിച്ച് ഒന്ന് ചോദിച്ചോളാൻ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇപ്പൊ തന്നെ അത് അയച്ചു തരാം. ഞാൻ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു. ഓക്കെ. ഞാനല്ല ഇത്. സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആളാണ്. സുരേഷ് കുമാർ. അതെ. ഞാനതൊന്ന് അന്വേഷിക്കാം സുരേഷിനോട്. ഒന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി തരുമോ? പിന്നെന്താ? ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. എനിക്ക് അതിന് റിപ്ലൈ തന്നില്ലായിരുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ ഫാദർ, അത് പിന്നെ ഒരു ഫാദറിന്റെ പെങ്ങളുടെ മകളാട്ടോ. അപ്പൊ അത് 2 വർഷം മുമ്പ് നടന്നിട്ടുള്ള സംഗതിയാണത്? അല്ല. റീസെന്റ് ഈ പെങ്ങളുടെ മകളുടെ കൊടുക്കുമ്പോഴേ നമ്മളൊരു ഒരു ഫാദറിന്റെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോഴേ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ നമുക്ക് പൊതുവെ പിന്നെ അച്ഛന്മാർക്കൊക്കെ ഇടയിൽ വരുന്നത്. നടന്നതല്ലേ? നിങ്ങൾ നടന്നതാണ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും വേറെ 2 കേസസ് കൂടിയുണ്ട്. അതിന് തെളിവുമുണ്ട് നമ്മുടെ കയ്യില്. ഇതേപോലെ ഒരു ഫാമിലിയിൽ നിന്ന് പോയത്. അപ്പം ഇത് ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു അച്ഛന്റെ ഫാമിലിയിലുണ്ടെന്ന് പറയുന്നതുകൊണ്ടാ വിഷയം. അല്ലെങ്കിൽ ഫാമിലിയിലാണല്ലോ ഇത്. അച്ഛന്റെ ഏത് അച്ഛന്റെ ആണെന്ന് അപ്പന്റെ ചേട്ടന്റെ മോളുടെ കൊച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു നമ്മുടെ അച്ഛന്മാരുടെ ബന്ധുക്കൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ അച്ഛന്മാരെ അതിനെ വലിച്ചടിക്കുന്നത് എന്തിനാ? സംഭവിക്കാറില്ലേ അച്ഛാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു വൈദികനെ പരിഹസിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചില്ലേ നിങ്ങൾ അത് ചെയ്തത്? വൈദികനെ പരിഹസിക്കാൻ വേണ്ടിയല്ലോ, സംഭവം നടന്നുകൊണ്ടല്ലേ. വൈദികന്റെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു കസിൻ, ഒരു കസിന്റെ കൊച്ച്, അതായത് അപ്പന്റെ ഈ പറയുന്ന അപ്പന്റെ ചേട്ടന്റെ കുടുംബത്തിൽ വരുന്നതല്ലേ? അത് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ നിന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ പറയുന്നത്?
അത് കസിന് അവരുടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനിൽ നമ്പ്യാരുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി മുസ്ലിം മതത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അപ്പന്റെ ചേട്ടന്റെ മോളുടെ പിന്നെ കൊച്ചിന്റെ കൊച്ചു പോകുന്നതാണോ? അങ്ങനെയാണോ ആൾക്കാർ ചിന്തിക്കുന്നത്? അതോ പിന്നെ അനിൽ നമ്പ്യാരുടെ മോള് പോയി എന്നല്ലേ ആൾക്കാർ ചിന്തിക്കുള്ളൂ? അത് അനിൽ നമ്പ്യാറിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം ഒരു വിഷമം ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ല, അത് ഉപയോഗിച്ചതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഉപയോഗിച്ചതിൽ നമ്മുടെ പിന്നെ ആങ്കർ പറഞ്ഞതിൽ തെറ്റുണ്ട്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയരുത് ഒരിക്കലും. കുറച്ചുകൂടെ ഇതായിട്ട് പറയരുത്. വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അത് പറയണം. കാരണം ഓക്കെ 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 അതാ എനിക്കത് കേൾക്കണ്ട. കാരണം അങ്ങനെ പറയുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ തന്നെ ഒരു വല്ലാതെ. പക്ഷെ എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ട്, നമ്മളൊരൊറ്റ ഒരു ചാനൽ മാത്രം, ഇത് ആരെങ്കിലും നമ്മൾ അപകീർത്തിപ്പെടുത്താനോ മോശമാക്കാനോ ഒന്നുമല്ല. ഇത് എല്ലാവരും രഹസ്യമാക്കി വെച്ച് ഇതിങ്ങനെ ഓരോ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അച്ഛൻ ഒരു ലിസ്റ്റ് അയച്ചു തരാം. ഇപ്പം ഇവിടുത്തെ ഈ തിരുവനന്തപുരത്ത് മാത്രം 10-13 ഈ ഇത് രജിസ്ട്രേഷന്, വിവാഹ രജിസ്ട്രേഷൻ ഇത് ലിസ്റ്റ് ഇടുമല്ലോ. ഒരു സൈഡിൽ മൊത്തം മുസ്ലിംസ് ആണ്, മറ്റേ സൈഡിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും. നമ്മുടെ കുട്ടികൾ ഇതുവരെ മനസ്സിലാക്കൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഒരാളും ഇത് ടേക്കപ്പ് ചെയ്യാത്തത്? ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ ഞാനൊക്കെ അവര് ആന്റി മുസ്ലിം എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ ത്രെറ്റ് ഉള്ളതാണ്. മറ്റേ ആ PFI തട്ടണം എന്ന് പറഞ്ഞ് ഇറക്കിയ ലിസ്റ്റിൽ പെട്ടെന്ന് വരുത്താനാണ് ഞാൻ. നമുക്കിത് എന്തെങ്കിലും ചെയ്യാം, ആരെങ്കിലും നമുക്ക്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവം അറിയണ്ടേ നമ്മുടെ? തീർച്ചയായിട്ടും. അല്ല, അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒരു വൈദികനെ എടുത്തിട്ട് അത് അത് ക്ലിയർ ചെയ്യാം. അതിലൊരു ഇത് പറ്റി. ഞാൻ ഇന്നലെ ആ ആങ്കറിന്റെ അടുത്ത് അത് പറയുകയും ചെയ്തു ഞാൻ. അല്ല, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ന്യൂസിൽ തന്നെ ഒന്ന് കൊടുക്കാൻ പറ്റൂലേ? കാരണം ഒരു അച്ഛന്റെ മോൾ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തു. തീർച്ചയായിട്ടും. താങ്ക് യു. അത് മതി, എനിക്കത് മതി. തീർച്ചയായിട്ടും. താങ്ക് യു.